ഗാസയിൽ യുദ്ധം തുടരുകയാണെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി. ഹമാസ് വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റുന്നില്ല. ഞായറാഴ്ച രാവിലെ തന്നെ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേരുകൾ വെളിപ്പെടുത്തേണ്ടതായിരുന്നു. എന്നാൽ ഹമാസ് അത് ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ യുദ്ധം തുടരുകയാണ് എന്നും വെടിനിർത്തില്ല എന്നും ഇസ്രായേൽ. ഹമാസ് വെടിനിർത്തൽ കരാർ പാലിക്കാത്തതിനാൽ ഗാസ മുനമ്പിൽ സൈന്യം ആക്രമണം തുടരുകയാണെന്ന് IDF വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യുദ്ധം തീരും എന്ന് കരുതിയത് അവസാന നിമിഷം വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. ഹമാസ് അതിന്റെ ബാധ്യതകൾ നിറവേറ്റുന്നില്ല. കരാറിന് വിരുദ്ധമായി ഇസ്രായേലിന് ബന്ദികളുടെ പേരുകൾ നൽകിയിട്ടില്ല എന്നും IDF വക്താവ് ഹഗാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹമാസ് അതിന്റെ ബാധ്യതകൾ നിറവേറ്റാത്തിടത്തോളം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരില്ല. ഹമാസ് കരാറിനോടുള്ള കടമകൾ നിറവേറ്റാത്തിടത്തോളം കാലം IDF ഗാസയിൽ യുദ്ധം തുടരുകയാണ്, ഹഗാരി പറയുന്നു. വടക്കൻ മധ്യ ഗാസയിലെ ഹമാസ് ലക്ഷ്യങ്ങൾക്കെതിരെ പീരങ്കി ഷെല്ലാക്രമണവും നിരവധി ഡ്രോൺ ആക്രമണങ്ങളും നടത്തിയതായി IDF പറയുന്നു. ഗാസ മുനമ്പിലെ ഭീകര കേന്ദ്രങ്ങളിൽ IDF പ്രവർത്തിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നു, സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. വെടിനിർത്തൽ ഇന്ന് രാവിലെ പ്രാബല്യത്തിൽ വരാനിരിക്കെ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 8 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു. സമ്മതിച്ച പ്രകാരം ഇന്ന് മോചിപ്പിക്കേണ്ട ബന്ദികളുടെ പേരുകൾ നൽകുന്നതിൽ ഹമാസ് പരാജയപ്പെട്ടതിനാൽ വെടിനിർത്തൽ ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്ന് ഇസ്രായേൽ അറിയിച്ചു. ഇതിനിടെ ഗാസയിലെ വെടിനിർത്തൽ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രായേലിലെ നിരവധി പാർട്ടികൾ വെടിനിർത്തലിന് എതിരാണ്. ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന പക്ഷക്കാരാണ് ഒസ്മ എഹൂദിത് പാർട്ടി. കരാറുമായി മുന്നോട്ട് പോയാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഒസ്മ എഹൂദിത് പാർട്ടി നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗ്വിർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബന്ദികൾക്ക് പകരം ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഗാസയിൽ തീവ്രവാദം വർദ്ധിക്കാനും അതിർത്തിയുടെ സുരക്ഷ ഇല്ലാതാക്കാനും കാരണമാകുമെന്ന് ഗ്വിർ പറയുന്നു. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഗാസയിൽ ഇസ്രായേൽ ഭരണം സ്ഥാപിക്കണം. ഗാസയെ ഇനി ഭരിക്കുക ഇസ്രായേൽ മാത്രമായിരിക്കണമെന്നും ഒസ്മ എഹൂദിത് പാർട്ടി പറയുന്നു. 120 അംഗ പാർലമെന്റിൽ ഗ്വിറിന്റെ പാർട്ടിക്ക് 6 അംഗങ്ങളാണ് ഉള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 61 സീറ്റ് വേണ്ടിടത്ത് നിലവിൽ നെതന്യാഹുവിന്റെ സഖ്യ സർക്കാരിന് 68 പേരുടെ പിന്തുണയുണ്ട്. ഗ്വിറിന്റെ പാർട്ടി പിന്തുണ പിൻവലിച്ചാൽ നെതന്യാഹു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമാകില്ല എങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് തിരിച്ചടിയാകും. ഇതുപോലെ ഇസ്രായേലിലെ ഗ്വിറിന്റെ പാർട്ടി ഗാസയിൽ യഹൂദ ഭരണത്തിനായി വാദിക്കുന്നു. അനുനയിപ്പിക്കാൻ നെതന്യാഹുവിന് ആയി എങ്കിലും കരാറിന്റെ 1ാം ഘട്ടത്തിന് ശേഷം യുദ്ധം പുനരാരംഭിച്ചില്ല എങ്കിൽ പിന്തുണ പിൻവലിക്കും എന്നാണ് സ്മോട്രിച്ചിന്റെ ഭീഷണി. വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ വീണ്ടും യുദ്ധം തുടരണം എന്നും ഹമാസുമായുള്ള യുദ്ധം നിർത്തിയാൽ നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നും പറയുന്നു. അതിനാൽ തന്നെ വെടിനിർത്തൽ കരാർ നിർണായക വഴിത്തിരിവാണ് എന്നത് ശരിയാണ് എങ്കിലും അത് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പു പറയാനാകില്ല. 33 ബന്ദികൾക്കായി ആദ്യഘട്ടത്തിൽ മാത്രം 1904 പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടുകൊടുക്കേണ്ടത്. ഹമാസിന്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും ഫത്തയുടെയും പ്രവർത്തകരും ഇതിൽപ്പെടും. വിട്ടു നൽകുന്ന ഓരോ ബന്ദികൾക്കും പകരം 30 പലസ്തീൻകാരെയും ഇസ്രായേലിന്റെ വനിതാ സൈനികരെ മോചിപ്പിക്കുമ്പോൾ ഓരോരുത്തർക്കും പകരമായി 50 തടവുകാരെയും വിട്ടു നൽകും എന്നാണ് കരാർ. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.